അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് റമദാൻ മാസം കഴിഞ്ഞു. ഇനി പല നാട്ടിലും പല സ്ഥലത്തും നിക്കാഹും അതുപോലെ തന്നെ കുടിയിരിക്കലും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഏത് മാസമാണ് നല്ലത് എന്നുള്ള ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നിക്കാഹ് നടക്കൽ ഏറ്റവും നല്ല മാസത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നിക്കാഹ് നടത്തൽ പ്രത്യേകം സുന്നത്തുള്ള 3 മാസങ്ങളുണ്ട്. ഒന്ന് ഷവ്വാൽ, പിന്നൊന്ന് സഫർ, പിന്നൊന്ന് റമദാൻ മാസം. ഷവ്വാൽ സുന്നത്താകാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ നിക്കാഹ് ചെയ്ത മാസമാണ്. അതുപോലെ തന്നെ സഫർ മാസം പ്രത്യേകം സുന്നത്താകാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചു കൊടുത്ത മാസമാണ്. പിന്നെ റമദാൻ മാസം സുന്നത്താകാൻ കാരണം നാം അറിയുന്നത് പോലെ ഒരുപാട് പോരിശകളുള്ള മാസമായതുകൊണ്ട് നമുക്ക് ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് റമദാൻ മാസത്തിലും നിക്കാഹ് കഴിക്കൽ സുന്നത്താണ്. അതല്ലാതെ വേറെ മറ്റു 9 മാസങ്ങളും സമാന പദവിയാണ്. ഏത് മാസത്തിലും നിക്കാഹ് കഴിക്കാം, പാടില്ല എന്നില്ല. ഏത് മാസത്തിലും ഏത് ദിവസത്തിലും നിക്കാഹ് കഴിക്കാം. പിന്നെ നഹ്സ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ചില ദിവസങ്ങളുണ്ട്. അത് ഈ സുന്നത്തോ ഫർളോ ആയ കാര്യങ്ങളിൽ ആ ദിവസം നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ദുന്യവിയായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കച്ചവടം ഇങ്ങനെയുള്ള വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക് പിന്നെ ഇതൊരു കാരണമായി കൂടാ, നാസിൻ്റെ ദിവസത്തിൽ ചെയ്തത് കൊണ്ട് ഇങ്ങനെ ആയി എന്ന് കാരണം ആവാതിരിക്കാൻ വേണ്ടി ദുന്യവിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അള്ളാഹു ഈമാൻ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.